നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്പിളി വനത്തിൽ പുരുഷന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശക്തമായ മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. വിദ്യാലയത്തിലേക്ക് പഠനോപകരണങ്ങൾ നൽകി ദമ്പതികൾ മാതൃകയായി. കൊടകര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 12 സ്റ്റഡി ടേബിളുകൾ കൊടകര ജനമൈത്രി പോലീസിനു കൈമാറി. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്പിളി വനത്തിൽ പുരുഷന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. മുരിക്കിങ്ങൽ മുപ്പിളി റോഡിലെ ഫോറസ്റ്റ് സ്റ്റേഷന്റെ 1 കിലോമീറ്ററോളം അകലെ വനത്തിനുള്ളിലെ തോട്ടിലാണ് മൃതദേഹം കണ്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ ആദിവാസികളാണ് മൃതദേഹം കണ്ടെത്തി വനപാലകരെ അറിയിച്ചത്. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ K. കൃഷ്ണൻ, ഫോറൻസിക് ഫിംഗർ പ്രിന്റ് വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. മുപ്പിളിയിലുള്ള ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് 1 മാസം മുൻപ് കാണാതായ ആളുടെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്ന് സംശയിക്കുന്നു. ഇയാളുടേതെന്ന് കരുതുന്ന ഷർട്ട് മൃതദേഹത്തിനരികിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നതിനായുള്ള വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൽ ജീവൻ പദ്ധതിയിലൂടെ കേരളത്തിലെ 55% ഗ്രാമീണ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കാനായി. 7 ജില്ലകളിൽ 50% മുകളിൽ കണക്ഷൻ നൽകിക്കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ആളോഹരി ജലലഭ്യത 100 ലിറ്ററാക്കി. മാർച്ചിൽ 115 പഞ്ചായത്തുകളിലും 9 നിയമസഭാ മണ്ഡലങ്ങളിലും പൂർണ്ണമായും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനായി എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥ പ്രവചനാതീതമാണ്. അതിനാൽ സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ജലസ്രോതസ്സുകളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയുണ്ടാക്കുന്നു. ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിനിലൂടെ സംസ്ഥാനത്തെ നിരവധി നദികൾ പുനരുദ്ധീകരിച്ച് വീണ്ടെടുക്കാനായി. 92,000-ലധികം കിലോമീറ്റർ ദൂരത്തിൽ നീർച്ചാലുകളും 412 കിലോമീറ്റർ ദൂരത്തിൽ പുഴകളും 29,000-ലധികം കുളങ്ങളും പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കി. നിരവധി പുതിയ കുളങ്ങളും സ്ഥിര താൽക്കാലിക തടയണകളും നിർമ്മിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവ നിയന്ത്രിക്കാൻ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ നീർച്ചാൽ മാപ്പിംഗ് നടത്തി. കൂടാതെ ഇവിടം സംരക്ഷിക്കുവാൻ സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്ന ക്യാമ്പയിനും സർക്കാർ നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായാണ് വാട്ടർ എഫിഷ്യന്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. പീച്ചി ഡാമിൽ നിന്ന് ജലമെടുത്ത് ട്രീറ്റ് ചെയ്ത് തേക്കിൻകാട് മൈതാനത്തിലുള്ള ഓവർഹെഡ് ടാങ്കിലെത്തിച്ച് 18,500 ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന സിസ്റ്റം പൂർണ്ണമായും ഓൺലൈനാക്കി. എവിടെ നിന്ന് വേണമെങ്കിലും കാണാവുന്നതും യഥാസമയം പരിശോധിച്ച് പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കാനാവുന്ന വിധത്തിലുള്ള സംവിധാനമാണ് വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമെന്ന നിലയിലാണ് കോർപ്പറേഷൻ നേരിട്ട് കുടിവെള്ള വിതരണം കുറ്റമറ്റതാക്കുന്നതിന് വാട്ടർ എഫിഷ്യന്റ് പദ്ധതി ആരംഭിച്ചത്. ജലവിതരണം കുറയുകയാണെങ്കിലും ലൈനിൽ ചോർച്ചയുണ്ടെങ്കിലും ആരെങ്കിലും അനധികൃതമായി ജലം എടുക്കുന്നുണ്ടെങ്കിലും ഉടനടി പരിഹാരം കാണാനാകും. കൃത്യമായി ട്രീറ്റ് ചെയ്ത ശുദ്ധജലം കൃത്യതയോടുകൂടി എത്തിക്കുന്നതിന് ഇതുവഴി സാധ്യമാകും. 5.59 കോടി രൂപ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത്. ULCC ആണ് കോർപ്പറേഷന് വേണ്ടി പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ 4000 സ്മാർട്ട് മീറ്ററുകൾ, ജലത്തിൻ്റെ ഗുണനിലവാരം ഓൺലൈനായി പരിശോധിക്കുന്നതിനുള്ള സംവിധാനം തുടങ്ങിയവ ഒരുക്കുന്നതിൽ അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൈറ്റ് 2.0 എന്ന പ്രവൃത്തി കൂടി തൃശൂർ കോർപ്പറേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പദ്ധതി നിർവഹണം പൂർത്തീകരിച്ച ULCCയെ P. ബാലചന്ദ്രൻ MLA ആദരിച്ചു.
ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PK ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ ജെറീഷ് പെരിഞ്ചേരി, സാറാമ റോബ്സൺ, DPC അംഗം CP പോളി, കൗൺസിലർ ഷീബ ബാബു, മിഷൻ ഡയറക്ടർ സൂരജ് ഷാജി, മുൻ മേയർമാരായ അജിത ജയരാജൻ, അജിത വിജയൻ, കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PR ശ്രീലത, കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സനൽ കുമാർ, അമൃത് പ്രതിനിധി N രാഹുൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പദ്ധതിയിലൂടെ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭൂഗർഭ പൈപ്പുകളും ജലസംഭരണികളും മാപ്പ് ചെയ്തും ഉപഭോക്തൃ തലത്തിൽ സർവേകൾ നടത്തിയും സ്മാർട്ട് മീറ്ററുകൾ ഘടിപ്പിച്ചും ജലവിതരണ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാനാണ് നടപടികൾ സ്വീകരിക്കുന്നത്. തൃശ്ശൂർ നഗരത്തിൽ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. തൊട്ടിപ്പാൾ KSUP സ്കൂളിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. 4 കുടുംബങ്ങളിൽ നിന്ന് 13 പേരാണ് ക്യാമ്പിലുള്ളത്. മഴ ഇനിയും കനക്കുകയാണെങ്കിൽ ക്യാമ്പിലേക്ക് ഇനിയും ആളുകൾ കൂടുവാൻ സാധ്യതയുണ്ട്. വിദ്യാലയത്തിലേക്ക് പഠനോപകരണങ്ങൾ നൽകി ദമ്പതികൾ മാതൃകയായി. കൊടകര സ്വദേശി മഞ്ഞനത്ത് സദാശിവനും ഭാര്യ ജപ്സിയുമാണ് കൊടകര ഗവൺമെൻറ് LP സ്കൂളിലേക്ക് പഠനോപകരണങ്ങൾ കൈമാറിയത്. സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ പ്രധാനാധ്യാപിക MK ഡെയ്നി ഇവ ഏറ്റുവാങ്ങി. അധ്യാപകർ സന്നിഹിതരായിരുന്നു. കൊടകര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി കൊടകര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 12 സ്റ്റഡി ടേബിളുകൾ പോലീസിന് കൈമാറി. കൊടകര പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ചടങ്ങിൽ കൊടകര ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോഷി നെടുമ്പാക്കാരൻ കൊടകര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുരേഷിനു കൈമാറി. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ഡേവിഡ് എമോ, ഫ്രാൻസിസ് ഏറ്റുമാനൂക്കാരൻ, സത്യൻ കുറുവത്ത്, സണ്ണി ഏറ്റുമാനൂക്കാരൻ, ജെയിംസ് മാഞ്ഞൂരാൻ എന്നിവർ പ്രസംഗിച്ചു. സ്റ്റേഷനിലെ SI-മാരായ ബിനോയ് മാത്യു, അശ്വിൻ റോയ്, ASI-മാരായ ഷീബ, സുനിൽ, ഗോകുലൻ, വിനു പൗലോസ് എന്നിവരും സന്നിഹിതരായിരുന്നു. മഴ കനത്തതോടെ അതിരപ്പള്ളി ചാർപ്പ വെള്ളച്ചാട്ടം മനോഹരമായി. വിദേശികളടക്കം നിരവധി വിനോദസഞ്ചാരികളാണ് ദിനംപ്രതി വെള്ളച്ചാട്ടം കാണുന്നതിനായി എത്തുന്നത്. ചാർപ്പ വെള്ളച്ചാട്ടത്തിന് സമീപം നിർമ്മിച്ച മഴവിൽ പാലം വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കാത്തത് വലിയ പരാതികൾ ഉയർത്തുന്നുണ്ട്. എല്ലാ വർഷവും മൺസൂൺ കാലമാകുമ്പോൾ ചാർപ്പ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കൂടുതൽ മനോഹരമാകുന്നു. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം പൊതുസമ്മേളനത്തോടെ ആളൂരിൽ സമാപിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PK വിനോദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട്, ഷീല അലക്സ്, ലതാചന്ദ്രൻ, TK സന്തോഷ്, KV ഉണ്ണികൃഷ്ണൻ, KR ജോജോ, IN ബാബു എന്നിവർ സംസാരിച്ചു. നാലാമത്തെ വൻ ശക്തിയായി ഇന്ത്യ മോഡിയുടെ ഭരണകാലഘട്ടത്തിൽ വളർന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ 83 കോടി മനുഷ്യന് സൗജന്യ നിരക്കിൽ ഭക്ഷണം കൊടുക്കേണ്ടി വരുന്ന രാജ്യമായി ഇന്ത്യ മാറി. 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തരുതെന്നുള്ള നിയമം ലംഘിച്ച് പരിയാരം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപമുള്ള പലചരക്ക് കടയിൽ നിന്ന് 16 വയസ്സുകാരന് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ കേസിൽ ഒരാളെ ചാലക്കുടി പോലീസ് പിടികൂടി. ചാലക്കുടി പരിയാരം തൂമ്പാക്കോട് സ്വദേശി മംഗലത്തുകണ്ടൻ വീട്ടിൽ 54 വയസ്സുള്ള ആൻറ്റുവിനെയാണ് ചാലക്കുടി പോലീസ് സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ജോപ്പി ജോസ്, CPOമാരായ ബിനു, വിനോദ്, അരുൺകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നൂതന സാങ്കേതിക വിദ്യകളും അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളും അച്ചടി മേഖലയിൽ കടന്നു വന്നതോടെ സാമ്പത്തിക ബാധ്യതകൾ നേരിടുന്ന ചെറുകിട അച്ചടി സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ മേഖല റൂബി ജൂബിലി ആഘോഷ സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് സണ്ണി കുണ്ടുകുളം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PP ശശിധരൻ അധ്യക്ഷത വഹിച്ചു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റും ഓൾ ഇന്ത്യ മാസ്റ്റർ പ്രിന്റേഴ്സ് അസോസിയേഷൻ GC അംഗവുമായ രാജീവ് ഉപ്പത്ത് പുരസ്കാരം സമ്മാനിച്ചു. മാധ്യമപ്രവർത്തകൻ ലാലുമോൻ ചാലക്കുടിയെ ആദരിച്ചു.
ജില്ലാ സെക്രട്ടറി പി ബിജു, ജില്ലാ ട്രഷറർ സി കെ ഷിജു, ഷൺമുഖൻ ഐഡിയ, ബാബു പിക്കോള, ചിന്മയ് രാജീവ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി പി പി ശശിധരൻ പ്രസിഡന്റ്, ജോയ് അക്ഷര വൈസ് പ്രസിഡന്റ്, ബാബു കരിപ്പായി സെക്രട്ടറി, എം ബി ബൈജു ജോയിന്റ് സെക്രട്ടറി, അജി ജേക്കബ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. അത് സംഘടിപ്പിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ആദ്യമേ അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ മേഖലാ സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. റൂബി ജൂബിലി സമ്മേളനമാണ്. 40 വർഷം നമ്മുടെ സംഘടന രൂപീകൃതമായിട്ട് ആയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ മേഖലാ സമ്മേളനങ്ങളുടെ നടപടിക്രമങ്ങളുടെ ആദ്യത്തെ മേഖലാ സമ്മേളനമാണ് ചാലക്കുടി മേഖലാ സമ്മേളനം. അതിൻ്റെയും അവാർഡ് ചാലക്കുടിക്ക് കിട്ടി. അത് സീമ മേഡം അവിടെ ഇരുന്ന് കൈയടിക്കുക. അപ്പം ഇങ്ങനെ പെരുമകളുടെ ഒരു ഘോഷയാത്ര. നമ്മുടെ കാലം നാം ആഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ വളർച്ചയുടെ പാതയിലാണ്. ആ വളർച്ചയ്ക്കൊപ്പം തന്നെ പ്രതിസന്ധികളും വെല്ലുവിളികളും കൂടി നമ്മുടെ മേഖലയിൽ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചുവടുകൾ വളരെ മനോഹരമായിട്ടും ദീർഘവീക്ഷണത്തോടും കൂടി നടത്തേണ്ട ഒരു തന്മയത്വം നമ്മളൊക്കെ വീണ്ടെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,200 രൂപ, പവന് 73,600 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്പിളി വനത്തിൽ പുരുഷന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശക്തമായ മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. വിദ്യാലയത്തിലേക്ക് പഠനോപകരണങ്ങൾ നൽകി ദമ്പതികൾ മാതൃകയായി. കൊടകര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 12 സ്റ്റഡി ടേബിളുകൾ കൊടകര ജനമൈത്രി പോലീസിനു കൈമാറി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.